സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചു. എമിഗ്രേഷൻ നടപടി കൂടി പൂർത്തിയായാൽ അബ്ദുൾ റഹീമിന് നാട്ടിൽ എത്താനാവും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, ഈ അബ്ദുൾ റഹീം 20 വർഷത്തെ ജീവിതത്തിന് ശേഷം, ജയിൽ ശിക്ഷയ്ക്ക് ശേഷമാണ്, തടവിലായിരുന്നല്ലോ 20 വർഷക്കാലം, അതിനുശേഷമാണ് നാട്ടിലേക്ക് വരാൻ പോകുന്നത്. എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നു. നാട്ടിലേക്ക് വരാനുള്ള നടപടിക്രമങ്ങളൊക്കെ എന്ന് പ്രതീക്ഷിക്കാം. റഹീമിനെ നാട്ടിലെന്ന് എത്തും, എന്താണ് അറിയാനാവുന്നത്? റഹീമിൻ്റെ എമിഗ്രേഷൻ നടപടികളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ഇന്നലെയാണ് റിയാദിലെ ജയിലിൽ നിന്നും മോചിതനായിരിക്കുന്നത്. മെയ് 20-നായിരുന്നു 20 വർഷത്തെ ജയിൽവാസത്തിൻ്റെ കാലാവധി അവസാനിച്ചിരുന്നത്. എന്നാൽ ഇവിടെ പെരുന്നാൾ അവധി ആയതിനാൽ ഇത് നീണ്ടുപോവുകയായിരുന്നു. ഇന്നലെ ജയിൽ മോചിതനായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് സൗദിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇനി നാട്ടിൽ ഈ പെരുന്നാളിനെത്തുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഇത്തവണ നടക്കില്ല എന്നാണ് നമുക്ക് കേൾക്കുന്നത്. എമിഗ്രേഷൻ നടപടിയിൽ എക്സിറ്റ് വിസ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും എമിഗ്രേഷൻ നടപടികളിൽ ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് നമുക്ക് റഹീമിൻ്റെ സൗദിയിലെ കൂട്ടായ്മ അംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമുക്ക് അറിയാം, 2006-ലാണ് റഹീം ഇവിടെ ഹൗസ് ഡ്രൈവറായിട്ടാണ് റിയാദിലേക്ക് എത്തുന്നത്. ഇവിടെ തന്നെ ഭിന്നശേഷിക്കാരായ 15 വയസ്സുകാരൻ അനസാണ്. മനഃപൂർവ്വമല്ലാത്തൊരു സംഭവമായിരുന്നു ഇത്. ഈ കൊലപാതകമല്ല, മനഃപൂർവ്വമല്ലാതെ ഒരു ഘട്ടത്തിലായിരുന്നു ഈ മരണം സംഭവിച്ചിരുന്നതെന്നാണ് മൊഴി നൽകിയിരുന്നത്. റഹീം ഇവിടെ എത്തി ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. തുടർന്ന് റഹീമും മറ്റൊരാളും കൂടി ജയിലിലാവുകയായിരുന്നു. തുടർന്ന് സൗദിയിലെ കൂട്ടായ്മ രൂപീകരിച്ച് റഹീമിൻ്റെ മോചനത്തിനായി പോരാടുകയായിരുന്നു. തുടർന്ന് ഇവിടുന്ന് ഈ മരിച്ച ബാലൻ്റെ കുടുംബം 34 കോടിയാണ് ആവശ്യപ്പെട്ടിരുന്നത്, ദയാധനമായി ആവശ്യപ്പെട്ടിരുന്നത്. തുടർന്ന് മലയാളികളുടെ ഒരു കൂട്ടായ്മ തന്നെ രൂപീകരിച്ച് ഈ പണം പിരിച്ചെടുക്കുകയും ഇത് നൽകുകയും ആയിരുന്നു. തുടർന്നാണ് ഈ റഹീമിന് ആദ്യം വിധിച്ചിരുന്നത് വധശിക്ഷയായിരുന്നു. ഇത് റദ്ദാക്കുകയായിരുന്നു. കുടുംബം ദയാധനം സ്വീകരിച്ചതിനെ തുടർന്ന് ഈ വധശിക്ഷ റദ്ദാക്കി. എങ്കിൽ പോലും 20 വർഷം ഈ തടവ് റഹീം അനുഭവിക്കണമെന്ന് തന്നെയായിരുന്നു അവിടുത്തെ അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. ഈ മെയ് 20-ന് ഇത് പൂർത്തിയാവുകയും ചെയ്തു. തുടർന്ന് റഹീമിന്റെ കുടുംബങ്ങൾ വളരെ പ്രതീക്ഷയിലായിരുന്നു. ഈ പെരുന്നാളിന് റഹീം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കുടുംബങ്ങൾ പങ്കുവച്ചിരുന്നത്. പക്ഷേ പെരുന്നാളിന് എത്തില്ലെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, 25-ാം വയസ്സിലാണ് റഹീം ഈ സൗദിയിലേക്ക് എത്തുന്നത്. 20 വർഷവും ജയിലിൽ തന്നെ തുടരുന്ന ഒരു ദുരവസ്ഥയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇത്തവണ ഇനി ഒരാഴ്ചക്കുള്ളിൽ ഇദ്ദേഹം തിരിച്ചെത്തുമെന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രേഷ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവിൽ അധികൃതർ ഒപ്പുവെച്ചിരിക്കുന്നു. ഉടൻ തന്നെ റഹീം നാട്ടിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.